പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ജൂലൈ 19 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. വിങ്സ് ടു അവർ ഹോപ്സ് വോളിയം 1 എന്ന പുസ്തകം ഇന്ത്യയിലെ ഏത് വ്യക്തിയുടെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളുടെ സമാഹാരമാണ്? ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ ജൻ ഔഷധി കേന്ദ്രം ഏത് രാജ്യത്താണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്? സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് വികസിപ്പിച്ച R21 മലേറിയ വാക്സിൻ ആദ്യമായിട്ട് ഏത് രാജ്യത്താണ് പുറത്തിറക്കിയിട്ടുള്ളത്? ഇതേപോലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയാനൊരു ആകാംക്ഷ അത് നമ്മുടെ ഓരോ പരീക്ഷകളും നമുക്ക് നന്നായിട്ട് സഹായിക്കുകയുള്ളൂ. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ജൂലൈ 19 ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. വിങ്സ് ടു അവർ ഹോപ്സ് വോളിയം 1 എന്ന പുസ്തകം ഇന്ത്യയിലെ ഏത് വ്യക്തിയുടെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളുടെ സമാഹാരമാണ്? പ്രസിഡന്റ് ദ്രൗപദി മുർമു. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സ്പീച്ച് അതിൻ്റെ കമ്പൈലേഷൻ ആണ് വിങ്സ് ടു അവർ ഹോപ്സ് വോളിയം എന്ന പുസ്തകം. ഈ പുസ്തകം 2024 ജൂലൈ 18 രാഷ്ട്രപതി ഭവനിൽ വെച്ച് പ്രസിഡന്റ് ദ്രൗപദി മുർമു ലോഞ്ച് ചെയ്തു. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഈ പുസ്തകം റിലീസ് ചെയ്തു. യൂണിയൻ അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് ഈ ഒരു പുസ്തകം റിലീസ് ചെയ്തിട്ടുള്ളത്. കൃഷി കർഷക ക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് ഇദ്ദേഹമാണ് ഈ പുസ്തകം റിലീസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ മറ്റു 2 പുസ്തകം കൂടി റിലീസ് ചെയ്തു. ഒന്ന് കഹാനി രാഷ്ട്രപതി ഭവൻ കി, രാഷ്ട്രപതി ഭവൻ ഹെറിറ്റേജ് മീറ്റ്സ് ദ പ്രസന്റ് എന്നീ 2 പുസ്തകങ്ങൾ കൂടി. അപ്പോൾ ടോട്ടൽ 3 പുസ്തകങ്ങൾ റിലീസ് ചെയ്തു ജൂലൈ 18. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് വിങ്സ് ടു അവർ ഹോപ്സ് വോളിയം 1. ഇത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ചില സ്പീച്ച് ആണ്. 2024 ജൂലൈ 18 അന്തരിച്ച ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സ്ഥാപക ഡയറക്ടറായ കാർഡിയക് സർജന്റെ പേര് മാർത്താണ്ഡവർമ്മ ശങ്കരൻ വലിയത്താൻ. മാർത്താണ്ഡവർമ്മ ശങ്കരൻ വലിയത്താൻ അദ്ദേഹം 2024 ജൂലൈ 18 അന്തരിച്ചു. അദ്ദേഹത്തിന് 90 വയസ്സായിരുന്നു. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സ്ഥാപക ഡയറക്ടർ ആയിരുന്നു മാർത്താണ്ഡവർമ്മ ശങ്കരൻ വലിയത്താൻ. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കാർഡിയക് സർജൻ ആയിരുന്നു അദ്ദേഹം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയോവാസ്കുലർ ആൻഡ് തൊറാസിസ് സർജറിയിൽ 20 വർഷത്തെ സേവനമാണ്. അതായത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥാപിച്ചതിന് ശേഷം അന്നു മുതൽ അദ്ദേഹം അതിന്റെ ഭാഗമാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയോവാസ്കുലർ ആൻഡ് തൊറാസിസ് സർജറിയിൽ 2002 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. 2005 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചു. അദ്ദേഹത്തിന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സംഭാവന എന്ന് പറയുമ്പോൾ രാജ്യത്തിലേക്ക് വേണ്ടി ആദ്യത്തെ മെക്കാനിക്കൽ ഹാർട്ട് വാൾ പ്രോസ്തസിസ് അതായത് TTK ചിത്ര വാൾ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭാവന രാജ്യത്തിന് വേണ്ടി, TTK ചിത്ര വാൾ. അടുത്ത 5 വർഷത്തിനുള്ളിൽ 22 ഷെഡ്യൂൾ ചെയ്ത ഭാഷകളിലായി 22,000 പുസ്തകങ്ങൾ ഏത് സംഘടനയുടെ പദ്ധതിയാണ്? വിദ്യാഭ്യാസ മന്ത്രാലയം UGC. 22,000 പുസ്തകങ്ങൾ 22 ഭാഷകളിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും UGCയും സംയുക്തമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണിത്. ഇന്ത്യൻ ഭരണഘടനയിലെ 22 ഭാഷകളിലായിട്ട് 22,000 പുസ്തകങ്ങൾ ആണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രൊജക്ടിന്റെ പേരാണ് അസ്മിത. അസ്മിത എന്നത് UGCയും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ സംയുക്തമായിട്ട് 22 ഭാഷകളിലായിട്ട് അടുത്ത 5 വർഷം കൊണ്ട് 22,000 പുസ്തകങ്ങൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒന്നാണ്. അസ്മിത ഇതിന്റെ ഫുൾ ഫോം ആണ് ഓഗ്മെന്റിംഗ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജസ് ത്രൂ ട്രാൻസ്ലേഷൻ ആൻഡ് അക്കാഡമിക് റൈറ്റിംഗ്. ഈ ഒരു പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലെ സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജയ് മൂർത്തിയാണ്. UGCയും ഭാരതീയ ഭാഷാ സമിതി സംയുക്തമായിട്ടാണ് ഈ ഒരു സംരംഭം ആരംഭിക്കാൻ പോകുന്നത്. ഭാരതീയ ഭാഷാ സമിതി എന്ന് പറയുമ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലെ ഒരു കമ്മിറ്റിയാണിത്. ഈ ഒരു പ്രൊജക്ടിന്റെ പേരാണ് അസ്മിത. ഇത് UGCയും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ സംയുക്തമായിട്ട് 22 ഭാഷകൾ, അതിലൂടെ 22,000 പുസ്തകങ്ങൾ ആണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്. 2024 ജൂലൈ 13 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയതും വലുതുമായ നഗര തുരങ്ക പദ്ധതി ഏത് സ്ഥലത്താണ് ഉദ്ഘാടനം ചെയ്തത്? താനെ. മുംബൈയിലുള്ള താനെയിൽ 2024 ജൂലൈ 13 ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയതും വലുതുമായിട്ടുള്ള നഗര തുരങ്ക പദ്ധതി അർബൻ ടണൽ പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തു. ദ ലോങ്സ്റ്റ് ടണൽ മുംബൈക്കടുത്തുള്ള ഒരു പ്രദേശമാണ് താനെ. ഇവിടെയാണ് ജൂലൈ 13 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടണൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത്
മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് MMRDA. താനെ മുതൽ ബോറിവലി എന്നീ സ്ഥലത്തെ കണക്ട് ചെയ്യുന്ന 2 ടണൽസ് ആണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പ്രൊജക്ട് കോസ്റ്റ് ആണ് 16,600 രൂപ. ഏതാണ്ട് 1 മണിക്കൂർ എടുക്കുന്ന യാത്ര 12 മിനിറ്റ് കൊണ്ട് ചുരുക്കാൻ സാധിച്ച ഒരു ടണൽ ആണ് ഇപ്പോൾ താനെ ബോറിവലി ട്വിൻ ടണൽസ്. അതായത് 11.8 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. 1 മണിക്കൂറിന് 12 മിനിറ്റായിട്ട് ചുരുക്കാൻ സാധിച്ച ഒരു വലിയൊരു ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും നീളമേറിയതും ലാർജസ്റ്റുമായിട്ടുള്ള ടണൽ ആണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. 2024 ജൂലൈ 17 ആദ്യത്തെ വിദേശ ജൻ ഔഷധി കേന്ദ്രം ഏത് രാജ്യത്താണ് ഉദ്ഘാടനം ചെയ്തത്? മൗറീഷ്യസ്. ഇന്ത്യയിലെ ആദ്യത്തെ ജൻ ഔഷധി കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു വിദേശകാര്യമന്ത്രി S ജയശങ്കറും മൗറീഷ്യസിലെ പ്രൈം മിനിസ്റ്റർ പ്രവീന്ദ് കുമാർ ജുഗ്നാഥ് എന്നിവർ സംയുക്തമായിട്ടാണ് മൗറീഷ്യസിലെ ജൻ ഔഷധി കേന്ദ്ര ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ജൻ ഔഷധി കേന്ദ്രം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ജൂലൈ 16 ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് മൗറീഷ്യസ്. ടൂറിസമായിട്ട് വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു രാജ്യം. ഇതിന്റെ ക്യാപിറ്റൽ ആണ് പോർട്ട് ലൂയിസ്. കറൻസി മൗറീഷ്യസ് റുപ്പി. ലോകത്തിലെ ഏറ്റവും വലിയ 5 കൽക്കരി ഖനികളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ 2 ഖനികൾ ഏതാണ്? ഗേവറ, കുസ്മുണ്ട. ഗേവറയും കുസ്മുണ്ട എന്ന 2 ഖനികൾ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ 5 കൽക്കരി ഖനികളിൽ ഇടം നേടിയിട്ടുള്ള 2 കൽക്കരി ഖനികൾ. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് കോൾ മിനിസ്ട്രിയിൽ നിന്നാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ 2 ഖനികൾ ആണ് ഇപ്പോഴത്തെ ഗേവറയും കുസ്മുണ്ടയും. ഈ 2 ഖനികളെയും പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് സൗത്ത് ഈസ്റ്റേൺ കോൾ ഫീൽഡ് ലിമിറ്റഡ്. ഈ 2 ഖനികളും ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്താണ്. ഗേവറ ലോകത്ത് 2ാമത്തെ റാങ്കിലും കുസ്മുണ്ട ഇത് ലോകത്ത് 4ാമത്തെ റാങ്കിലുമാണ്. 1981 ഗേവറ എന്ന ഈ മൈൻ ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുള്ളത്. 2023-24 70 മില്യൺ ടൺസിന്റെ കൽക്കരിയാണ് ഖനനം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുസ്മുണ്ട എന്ന കൽക്കരി ഖനിയാണെങ്കിൽ 50 മില്യൺ ടൺസ് ആണ് 2023-24 രാജ്യത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. 2024 ജൂലൈ 16 ഏത് രാജ്യത്താണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ സൗഹൃദത്തിന്റെ പ്രതീകമായ മൈത്രി ഉദ്യാൻ ഉദ്ഘാടനം ചെയ്തത്? മൗറീഷ്യസ്. 2024 ജൂലൈ 16 മൗറീഷ്യസിലെ പോർട്ട് ലൂയിസിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ മൈത്രി ഉദ്യാനം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തോടൊപ്പം മൗറീഷ്യസിലെ വിദേശകാര്യമന്ത്രി മനീഷ് ഗോപിനും ഉണ്ടായിരുന്നു. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് വികസിപ്പിച്ച R21 മലേറിയ വാക്സിൻ ആദ്യമായി പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഐവറി കോസ്റ്റ്. കോട്ട് ഡി ഐവോറി എന്നറിയപ്പെടുന്ന ഐവറി കോസ്റ്റ് ആദ്യമായിട്ട് R21 മലേറിയ വാക്സിൻ പുറത്തിറക്കി. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും സംയുക്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വാക്സിൻ ആണ് R21 മലേറിയ വാക്സിൻ. കഴിഞ്ഞ വർഷം ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിന്റെ അപ്രൂവൽ നൽകിയിരുന്നു. ഇപ്പോൾ വെസ്റ്റ് ആഫ്രിക്കയിലെ രാജ്യമായിട്ടുള്ള ഐവറി കോസ്റ്റ് ആണ് ഈ ഒരു വാക്സിൻ പുറത്തിറക്കിയിട്ടുള്ളത്. ഐവറി കോസ്റ്റ് എന്ന് പറയുന്ന ഈ രാജ്യം ഇതിന്റെ ക്യാപിറ്റൽ ആണ് യമോസോക്രോ. 2024 ജൂലൈ 19 മുതൽ പ്രാബല്യത്തിൽ വരുന്ന 35 യൂറോപ്യൻ രാജ്യങ്ങൾക്കായി വിസരഹിത നയം അവതരിപ്പിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? ബെലാറസ്. യൂറോപ്പിലെ 35 രാജ്യങ്ങൾക്കായി വിസരഹിത നയം അവതരിപ്പിച്ച യൂറോപ്യൻ രാജ്യം ആണ് ബെലാറസ്. ജൂലൈ 19 മുതൽ, അതായത് ഇന്നു മുതൽ ബെലാറസിലേക്ക് യൂറോപ്പിലെ 35 രാജ്യങ്ങൾക്ക് വിസരഹിത പ്രവേശനം അനുവദിക്കുന്ന ഒരു നിയമം ആണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. ബെലാറസ് എന്ന രാജ്യം ഇത് റിപ്പബ്ലിക് ഓഫ് ബെലാറസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കിഴക്കൻ യൂറോപ്പിലെ ഒരു ലാൻഡ് ലോഡ് കൺട്രിയാണ്. അതായത് 4 വർഷം കരയാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ് ബെലാറസ്. മിൻസ്ക് ആണ് ഇതിന്റെ തലസ്ഥാനം. ഭാഷ ബെലോറിഷ്യൻ, റഷ്യൻ. ഇന്നലെ ജൂലൈ 18 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ആമസോൺ മഴക്കാടുകളുടെ ഏറ്റവും വലിയ ഭാഗം ഏത് രാജ്യമാണ്? ബ്രസീൽ. ആമസോൺ കാടിന്റെ 60% അത് ബ്രസീലിലാണ്. അതുപോലെ തന്നെ 2ാം സ്ഥാനത്ത് പെറു 13%, കൊളംബിയ 10%. ആമസോൺ കാടുകൾ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് ബ്രസീൽ. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. വിങ്സ് ടു അവർ ഹോപ്സ് വോളിയം 1 എന്ന പുസ്തകം ഇന്ത്യയിലെ ഏത് വ്യക്തിയുടെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളുടെ സമാഹാരമാണ്? പ്രസിഡന്റ് ദ്രൗപദി മുർമു. 2024 ജൂലൈ 18 അന്തരിച്ച ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സ്ഥാപക ഡയറക്ടറായ കാർഡിയക് സർജന്റെ പേര്? മാർത്താണ്ഡവർമ്മ ശങ്കരൻ വലിയതാൻ. അടുത്ത 5 വർഷത്തിനുള്ളിൽ
22 ഷെഡ്യൂൾ ചെയ്ത ഭാഷകളിലായി 22,000 പുസ്തകങ്ങൾ ഏത് സംഘടനയുടെ പദ്ധതിയാണ്? വിദ്യാഭ്യാസ മന്ത്രാലയം UGC. 2024 ജൂലൈ 13 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയതും വലുതുമായ നഗര തുരങ്ക പദ്ധതി ഏത് സ്ഥലത്താണ് ഉദ്ഘാടനം ചെയ്തത്? താനെ. 2024 ജൂലൈ 17 ആദ്യത്തെ വിദേശ ജൻ ഔഷധി കേന്ദ്രം ഏത് രാജ്യത്താണ് ഉദ്ഘാടനം ചെയ്തത്? മൗറീഷ്യസ്. ലോകത്തിലെ ഏറ്റവും വലിയ 5 കൽക്കരി ഖനികളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ 2 ഖനികൾ ഏതാണ്? ഗേവറയും കുസ്മുണ്ടയും. 2024 ജൂലൈ 16 ഏത് രാജ്യത്താണ് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സൗഹൃദത്തിന്റെ പ്രതീകമായ മൈത്രി ഉദ്യാൻ ഉദ്ഘാടനം ചെയ്തത്? മൗറീഷ്യസ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് വികസിപ്പിച്ച R21 മലേറിയ വാക്സിൻ ആദ്യമായി പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഐവറി കോസ്റ്റ്. 2024 ജൂലൈ 19 മുതൽ പ്രാബല്യത്തിൽ വരുന്ന 35 യൂറോപ്യൻ രാജ്യങ്ങൾക്കായി വിസരഹിത നയം അവതരിപ്പിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? ബെലാറസ്. ഇന്ന് ജൂലൈ 19. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. വിച്ച് കൺട്രി ഈസ് ഹോസ്റ്റിംഗ് ദി 2024 വിമൻസ് ഏഷ്യ കപ്പ് T20 ടൂർണമെന്റ്? 2024 വനിതാ ഏഷ്യ കപ്പ് T20 ടൂർണമെന്റിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം. 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ചോദ്യം ഇതിനു മുമ്പും കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രങ്ങളിലും ഈ ഒരു വാർത്തയുണ്ട്. ഏത് രാജ്യമാണ് വനിതാ ഏഷ്യ കപ്പ് T20 ടൂർണമെന്റ് ആതിഥ്യം വഹിക്കുന്നത്? ജഡ്സ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.